പമ്പ നദിയിൽ ഇറങ്ങി കുളിക്കുന്നതിനുള്ള നിരോധനം മാറ്റിയെന്ന് ശബരിമല എ.ഡി.എം. അരുൺ എസ് നായർ. പോലീസ്, ഫയർഫോഴ്സ്, NDRF, RAF സംഘങ്ങളെ കൂടുതലായി വിന്യസിച്ചു. മഴ കുറയുമ്പോൾ തീർത്ഥാടക തിരക്ക് കൂടാൻ സാധ്യതയുള്ളതിനാൽ അതനുസരിച്ചുള്ള ക്രമീകരണം ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അരുൺ എസ് നായർ ജനം ടിവിയോട് പറഞ്ഞു. ഇടപെട്ട് പെയ്യുന്ന കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് പമ്പയിലാണ് ഏറ്റവും കൂടുതലായി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇപ്പോൾ ശബരിമല ADM അരുൺ എസ് നായർ നമ്മൾക്കൊപ്പം ചേരുകയാണ്. ഏതായാലും ഇടവിട്ട് മഴ പെയ്യുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമുക്ക് റെഡ് അലർട്ട് ആയിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ നൽകിയിരുന്നത്. അത് ഇന്ന് യെല്ലോ അലർട്ടാക്കി മാറ്റി. ഇന്നത്തെ യെല്ലോ അലർട്ടാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പ്രകാരം കഴിഞ്ഞ ദിവസം ഈ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പമ്പയിൽ ഇറങ്ങി കുളിക്കുന്നതിന്, സ്നാനം ചെയ്യുന്നതിനുള്ള നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ യെല്ലോ അലർട്ടിലേക്ക് വന്നതുകൊണ്ട് ആ നിരോധനം നമ്മൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു ജാഗ്രതയോടുകൂടി മാത്രമേ ഭക്തന്മാർക്ക് പമ്പയിൽ ഇറങ്ങി സ്നാനം ചെയ്യുന്നതിന് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി പ്രത്യേക ടീമിനെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും NDRFിൻ്റെയും ടീമിനെ പമ്പയുടെ തീരങ്ങളിൽ നമ്മൾ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്തന്മാരോട് പറയാനുള്ളത്, പമ്പയിൽ ഇറങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ പമ്പയിലേക്ക് ഇറക്കുന്ന സമയത്ത് അതീവ ശ്രദ്ധയോടുകൂടി വേണം പമ്പയിലേക്ക് ഇറക്കാൻ. അതല്ലാതെ ഭക്തന്മാർക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും സന്നിധാനത്തോ നിലയ്ക്കലോ പമ്പയിലോ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കോട്ടയം വഴിയും അതുപോലെ തന്നെ ഇടുക്കി വഴിയുമുള്ള കാനനപാതകളിൽ അതാത് ജില്ലാ കളക്ടർമാർ നിരോധന ഉത്തരവുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മഴയുടെ തീവ്രത കുറയുന്നതനുസരിച്ച് അതാത് ജില്ലാ കളക്ടർമാർ തീരുമാനിക്കും പ്രകാരം പുനഃസ്ഥാപിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷ തിരക്ക് ഇന്ന് കൂടുകയാണ്. ആ ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയാവും? തിരക്ക് നമുക്കറിയാം. ഇപ്പോൾ മഴ പെയ്തിരുന്ന സമയത്ത് ഒരു ഇൻഫ്ലോ ഒരല്പം കുറവായിരുന്നു. അപ്പോൾ അതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ഭക്തന്മാർ ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ വരാൻ സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു തിരക്കിനെ കൂടി ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ക്രൗഡ് മാനേജ്മെന്റിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. വരും ദിവസങ്ങളിൽ ഈ തീർത്ഥാടക തിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. മഴ കുറയുന്നതനുസരിച്ച് തീർത്ഥാടക തിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ADM വ്യക്തമാക്കുന്നത്.